ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടെ പ്രാഥമികമായി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ ഇവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനോട് മെഡിക്കൽ കോളേജിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഒരു കാരണവശാലും ഉണ്ടായില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. 2 മണിക്കൂർ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് മണിക്കൂറുകളോളം വൈകി എന്നുള്ളതാണ്. കെട്ടിടം തകർന്ന ഒരു വിഷയമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഒരു വാർഡിൻ്റെ എൻഡിൽ സംഭവിച്ച ഒരു സ്ലിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി കണ്ടിട്ടില്ല. എനിക്ക് കാണാതെ എനിക്ക് പറയാം. 3 നിലയുടെ കെട്ടിടമാണ്. അതിൽ 2 നിലയിലെ ബാത്റൂം അടച്ചിരുന്നു. പക്ഷേ മുകളിലത്തെ നിലയിലെ ബാത്റൂം പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ഒരു വിശദമായി എനിക്ക് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഞാൻ നാളെ രാവിലെ തന്നെ വന്നിട്ട് അന്വേഷണം തീർച്ചയായിട്ടും ഇല്ല ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. ഞാനൊരു ഒരാഴ്ച ധന്യ, കോട്ടയം ജില്ലാ കളക്ടറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അന്വേഷണത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ജോൺ വി സാമുവൽ. അദ്ദേഹം പറയുന്നത് ഒരാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയത്തിൽ കെട്ടിടമിടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമേ മന്ത്രി വീണ ജോർജിന് ഒരു വിശദീകരണം നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ അടക്കമുണ്ടാവുക ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഈ ഒരു ജീവൻ നഷ്ടമായതിൽ നടപടികൾ അടക്കം വൈകും എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയുടെ ഭാഗമായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയതായിരുന്നു കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവലാണ് അന്വേഷണത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഈ ഘട്ടത്തിൽ പറയുന്നത്. വിശദമായി എല്ലാ വശങ്ങളും പരിശോധിക്കുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രോഗികൾ അടക്കം അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമുള്ളവരിൽ നിന്ന് വിശദാംശങ്ങൾ ഈ നേരത്തെ പ്രതിപക്ഷം ആരോപിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. മന്ത്രിയുടെ പ്രതികരണം രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു. ഒപ്പം തന്നെ ദുരന്തത്തിന് കാരണം അധികൃതരുടെ അനാസ്ഥയാണ് എന്നുള്ള ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള മറ്റ് രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ഒക്കെ പ്രതികരണങ്ങൾ, സാക്ഷികളുടെ പ്രതിഷേധങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ പ്രതികരണം എന്തായിരുന്നു? ധന്യ, ആ നിലയിലൊരു വിശദമായ പ്രതികരണം ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. താൻ നടത്താൻ പോകുന്ന അന്വേഷണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ജില്ലാ കളക്ടർ പറയുകയായിരുന്നു. സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തിൽ അടക്കം വീഴ്ച വന്നിട്ടുണ്ടോ എന്ന കാര്യമടക്കം ഇത്തരം അന്വേഷണത്തിൽ പ്രതിപാദിക്കേണ്ടതാണ്. അതും പരിശോധിക്കുമെന്നായിരുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി VN വാസവൻ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏത് നിലയിലാണ് രക്ഷാപ്രവർത്തനം വൈകിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എന്ന് മന്ത്രി വാസവൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലയിൽ ഉള്ള ഒരു അന്വേഷണം കൂടി ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ ആവുക. പ്രത്യേകിച്ച് ഈ ബിന്ദുവിന്റെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഈ രക്ഷാപ്രവർത്തനം വൈകിട്ടുണ്ട് എന്ന ആരോപണം ബിന്ദുവിന്റെ കുടുംബം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ കൂടി തേടും എന്ന ഈ ഘട്ടത്തിൽ ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഈ സമയം കെട്ടിടം ഇടിഞ്ഞു വീണ സമയത്ത് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന രോഗികൾ, അവിടുത്തെ ഉദ്യോഗസ്ഥർ, കൂടാതെ മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾ, അങ്ങനെ വിശദമായ വിവിധ വശങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷം ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി ജില്ലാ കളക്ടറെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞിരുന്നത്. ജില്ലാ കളക്ടറുടെ അന്വേഷണമായിരിക്കും ഈ ഘട്ടത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവുക. അല്പനേരം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പറഞ്ഞതുപോലെ കളക്ടറുടെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുക. കളക്ടർ തൊട്ടു മുൻപ് പ്രതികരിച്ചത് അവിടെ വലിയൊരു കെട്ടിടം തകർന്നു വീണു എന്ന രീതിയിൽ അതിനെ മാറ്റരുത് എന്ന് അദ്ദേഹം ആദ്യം പറയുന്നു. പിന്നീട് മന്ത്രിയുടെ പ്രതികരണം ഇത് വൈകിപ്പിക്കാൻ, രക്ഷാപ്രവർത്തനം വൈകിയോ എന്ന് ചോദിച്ചതിന് കളക്ടർ പറയുന്ന മറുപടി അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, കൃത്യസമയത്ത് കാര്യങ്ങൾ നടന്നു എന്നാണ്. അത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതനുസരിച്ച് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്, അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൂടി കളക്ടർ പറയുന്നു. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെയായിരിക്കും കളക്ടറിന്റെ റിപ്പോർട്ട് വരിക. അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ അന്വേഷണം പോവുക, എന്ത് നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്നൊക്കെയുള്ളത് വരുന്നിടത്ത് കാണേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അതേസമയം തന്നെ വലിയ പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിലും തലസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് വീണ്ടും ചേരുന്നുണ്ട്. ആഷിഖ്, നേരത്തെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം അവിടെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇനിയും പ്രതിഷേധം ഉണ്ടാകാനല്ലേ സാധ്യത? എന്താണ് നിലവിലെ സാഹചര്യം?
തന്നെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിവിധ ജില്ലാ ആശുപത്രിയിലേക്ക് ഇന്നേ ദിവസം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ ഇന്നുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അല്പനേരം മുമ്പ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള യുവാക്കൾ പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെറിയ സംഘർഷ സമാന സാഹചര്യമടക്കം രൂപപ്പെട്ടു വന്നത്. മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കും എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു. കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒട്ടാകെ ഒരുക്കിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു പ്രതിഷേധ പരിപാടികളൊന്നും മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇതേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ ഒട്ടാകെ ഈ സംഭവം രാഷ്ട്രീയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് വേദിയാകുമെന്നുള്ളതിൽ സംശയമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട UDF കക്ഷി നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളിലാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഈ കെട്ടിടം തകർന്നു വീണ സന്ദർഭത്തിൽ തന്നെ പ്രധാനപ്പെട്ട UDF നേതാക്കളടക്കം ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകട്ടെ മറ്റ് പ്രധാനപ്പെട്ട UDF നേതാക്കൾ ഇവിടെ എത്തി സന്ദർശനം നടത്തുകയും ഈ വിമർശനത്തിന്റെ കുന്തമുന വീണ ജോർജിന് നേരെയും കൂടാതെ ആരോഗ്യമന്ത്രിക്ക് നേരെയും തിരിച്ചുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയിൽ പ്രതിഷേധം പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി കൂടി ചേർത്ത് തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവവും ചേർത്ത് വായിച്ചുകൊണ്ട് ആ നിലയിൽ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ.